Hi guys, so welcome to my YouTube channel. Here is my first vlog. Yes guys, അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഞാനൊരു ട്രിപ്പ് പോവാണ്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്, ആൻഡ് ദാറ്റ് ടു വിത്ത് മൈ ഫാമിലി. സോ ഇതെനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ ഐ തോട്ട് ഐ ഡോക്യുമെന്റ് എവറിത്തിങ്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയ ഒരു നല്ല വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഡോക്യുമെന്റ് ചെയ്യാൻ ഓർത്ത് ഒരു കോർ മെമ്മറി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ തോട്ട് അത് നിങ്ങളായിട്ടും ഷെയർ ചെയ്യാണ്. അപ്പോൾ ഹിയർ വി ഗോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ കുറേ ഇംപെർഫെക്ഷൻസും ഫ്ലോസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ബൈ ദ ടൈം ഞാൻ എല്ലാം സെറ്റാക്കി എടുക്കുന്നതാണ്. എഡിറ്റിങ്ങും ഡോക്യുമെന്റേഷൻ എല്ലാം പിന്നീട് ഞാൻ പയ്യെ സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ 4 പേരും റെഡിയായൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 10:40-ക്കാണ്. നമ്മളിവിടെ പയ്യെ ഇപ്പോൾ ഇറങ്ങും. ആൻഡ് ബാക്കി വിശേഷങ്ങൾ വഴിയെ. നമ്മളപ്പോൾ എത്തി. നമ്മുടെ ഇമിഗ്രേഷനും ചെക്കിനും എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റ് ആക്ച്വലി ഒരു 1.5 hour ഡിലേഡ് ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലാണ് ഇപ്പം. നൈറ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പം കഴിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പോൾ കുലാലംപൂർ എത്തി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുലാലംപൂരിൽ 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മറ്റേ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് വളരെയധികം റഷ്ഡായിപ്പോയി. നമ്മൾ ഇറങ്ങി അപ്പം തന്നെ ഓടി പോയി അടുത്ത ഫ്ലൈറ്റ് കയറി. ഭയങ്കര റഷ്ഡായിപ്പോയി. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലുള്ള ഫ്ലൈറ്റ് കയറി. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ദനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. വിയറ്റ്നാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കണം, സിം എടുക്കണം, പിന്നെ പൈസ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ക്യാബ് വരും. പിന്നെ അവിടെ നമ്മൾ റൂമിലേക്ക് പോകും, ചെക്ക് ഇൻ ചെയ്യും, പിന്നെ അടുത്ത സ്ഥലങ്ങൾ. അപ്പം നമ്മുടെ ക്യാബ് ഡ്രൈവർ എത്തി. നമ്മുടെ നെയിം സൈനൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായി. നമ്മൾ കുറേ നേരം സെർച്ച് ചെയ്ത്, നമ്മളുടെ ഫ്ലൈറ്റ് ഡിലേഡ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ റൂം. ദനാങ്ങിൽ നമ്മുടെ റൂം ഇതാണ്. എൻ്റെയും ജീസിൻ്റെ റൂം ഇതാണ്. യെസ്, so this is our room. അപ്പോൾ ഇത് നമുക്ക് ഫ്രഷ് ആവണം. പിന്നെ ഒരു 3 മണിക്കാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. വാഷ്റൂം അതാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു റൂമാണ്. ഇവിടെ ഐബിസ റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ചെക്കിനായി വേഗം റെഡി ആയിട്ട് വേഗം ഇറങ്ങി. ബിക്കോസ് നമുക്ക് ഇന്നുള്ളത് ഗ്രൂപ്പ് ടൂറാണ്. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യുന്നത് ഹൊയാനും മാർബിൾ മൗണ്ടനും ആണ്. ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മാർബിൾ മൗണ്ടനിലാണ്. ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് മൗണ്ടൻ്റെ ടോപ്പിൽ പോവാം, അല്ലെങ്കിൽ ഫൂട്ട് ഓഫ് ദ മൗണ്ടൻ. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് താഴത്തെ ഭാഗം, ഫൂട്ട് ഓഫ് ദ മൗണ്ടൻ ആണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൗണ്ടൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ ഉള്ളിലാണ് വന്നേക്കുന്നത്. ഇതിനെ പറയുന്നത് ഹെൽ കേവ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. ശരിക്കും ഉള്ളിലൊക്കെ നല്ല തണുപ്പ്, നല്ല ഒരു എന്താ പറയുന്ന തണുത്ത ഫീല്. ആൻഡ് അവിടെ ഇവിടെയൊക്കെ ഇവർ ഇങ്ങനെ പൂജ ചെയ്യണ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി പൊക്കത്തോട്ട് പോയിട്ട് വ്യൂ പോയിന്റ് കാണാം.
ഹെവൻ ഓഫ് ഹെൽ എന്ന് പറയുന്നത് ഹെവൻ ഓഫ് ഹെല്ല ഹെൽ ഓഫ് ഹെവൻ. ഇത് നമ്മൾ ഇവിടെ വന്നാൽ എല്ലാം മറന്നു പോകുന്നു. ഞാനിപ്പോ എന്നെ തന്നെ മറന്നുപോയി. ഒരു ഗ്ലാസ് മറന്നു. ഗൈഡ് എന്താ പറഞ്ഞത് പറയൂ. അപ്പൊ കേട്ടില്ല. ഇവിടെ ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് എത്തിയിരിക്കുവാണ്. ഇപ്പം നമ്മൾ കോക്കനട്ട് റൈഡ് ചെയ്യാൻ പോവാണ്. റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കോക്കനട്ട് റൈഡാണ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വഞ്ചിക്കാർ വളരെ സന്തോഷത്തിൽ അവർ പരസ്പരം ഇങ്ങനെ മറ്റേ പാട്ടൊക്കെ പാടി ആണ് തുഴയുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ കൂട്ടത്തിൽ സൈഡിൽ ഇങ്ങനെ വില്ലേജേഴ്സ് ഡാൻസ് ഒക്കെ കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഡിന്നർ കഴിക്കുവാണ്. വിയറ്റ്നാമീസ് ഒരു ഡിന്നറാണ്. ഇതിൽ വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞത് ജീസ് ആയിരുന്നു. സോ ജീസ് പറയും ഹൗ വാസ് ഇറ്റ്? അതെ, ആ കണ്ണീരങ്ങോട്ട് തുടച്ചിട്ട് പറയൂ. ഇതൊക്കെയായിരുന്നു നമുക്കിന്ന് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഹൊയാൻ ഏൻഷ്യൻ ടൗണിന്റെ ഷോപ്പിംഗ് സ്ട്രീറ്റിലൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷ് ചെയ്തിട്ട് ഇത് വെള്ളത്തിലിടണം. അപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തി, ഒന്ന് ഫ്രഷൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് റൂഫ് ടോപ്പിലാണ്. ഇവിടെ പൂളുണ്ട്. അപ്പോൾ ജീസ് പൂളിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊക്കത്തോട്ട് വന്നേക്കുവാണ്.